ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്, ഞാനൊരു ക്യാമറ വാങ്ങി. അതായത് കനോണിൻ്റെ M200 എന്ന് പറയുന്ന മിറർലെസ് ക്യാമറയാണ്. അപ്പോൾ ആ ഒരു ക്യാമറയുടെ ക്വാളിറ്റി ചെക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷ്വൽസ് എന്ന് പറയുന്നത് M200 എടുത്ത ഫുട്ടേജുകളാണ്. ഇന്നത്തെ ഫുൾ വ്ളോഗിലും നമ്മൾ വേറെ ഫോണൊന്നും യൂസ് ചെയ്യുന്നില്ല. എല്ലാം ആ ഒരു ക്യാമറ ഉപയോഗിച്ച് M200 എന്ന് പറയുന്ന ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന വിഷ്വൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് കാണാം. ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫുൾ HD-യിലാണ്. 4K നമുക്ക് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫുൾ HD-യിലാണ്. ഞാൻ ആദ്യം തന്നെ ബീച്ചിലോട്ടൊക്കെയാണ് പോകുന്നത്. ഈവനിങ് ടൈമിലാണ് ഞാൻ എൻ്റെ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. അതാകുമ്പോൾ എനിക്ക് കുറച്ച് നല്ല വിഷ്വൽസ്, സൺസെറ്റിൻ്റെയൊക്കെ ഒരു നല്ല വിഷ്വൽസ് എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഫുട്ടേജുകൾ കണ്ടു തുടങ്ങാം. ഇത് ഞങ്ങളുടെ അവിടെ ഒരു തൂക്കുപാലം ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് എടുക്കാൻ നോക്കിയ ഒരു ഫുട്ടേജാണ്. ആ സമയത്ത് തന്നെ 2 പിള്ളേർ വരുന്നുണ്ട്. ഒരാൾ സൈക്കിളൊക്കെ ചവിട്ടി വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ കോട്ടയിലോട്ട് പോയി. കോട്ടയിലും വളരെ നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. വളരെ ആളും തിരക്കും ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. നല്ല കളറൊക്കെ നല്ല പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. പിന്നെ ഞാൻ താഴെ നിന്ന് കുറച്ച് പൂക്കളൊക്കെ നോക്കി അത് വളരെ സൂം ചെയ്തെടുത്തു. ഈ ഒരു പൂ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിലൊരു ഉറുമ്പ് ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റും. അതൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് നടന്ന് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും നേരെ പാലത്തിൻ്റെ മുകളിൽ കയറി. പാലത്തിന് മുകളിൽ കയറിയപ്പോഴത്തേക്കും നല്ല ഇത് കായലാണ്. കായൽ വന്ന് ചേരുന്നത് കടലിലോട്ടാണ്. ആ ഒരു ഭാഗം ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ബോട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഫിഷിങ്ങിനായിട്ട് പോകുന്ന ബോട്ടുകളൊക്കെയാണത്. അപ്പോൾ തോന്നി നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ച് അവിടെ നിന്നും കുറച്ച് ഫുട്ടേജുകളൊക്കെ എടുക്കാമെന്ന്. ഇതാണ് ക്യാമറയുടെ ഒരു ഇതിപ്പോൾ ഞാൻ സൂം ഔട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്, സൂം ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോയിട്ട് അതിൻ്റെ കുറച്ച് വിഷ്വൽസും കൂടെ എടുക്കാം. എൻ്റെ ബൈക്ക് ഇതായിരിക്കുന്നു, നമ്മുടെ ഡിസ്കവർ 100 ആണ്. പിന്നെ വീണ്ടും വണ്ടിയിൽ കയറി ഇങ്ങനെ വീണ്ടും അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോകുന്ന സൈഡിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. ചിലവർ മറ്റേ സ്ക്യൂബ ഡൈവിങ് അങ്ങനെ സെറ്റപ്പൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവിടെ. ഞാൻ നേരെ ഇങ്ങനെ പോകുന്നു. അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് മറ്റേ മണലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് ചിലപ്പോൾ എന്തെങ്കിലും പാലം പണിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നോക്കിയപ്പോഴത്തേക്കും ഒരു ബോട്ട് എൻ്റെ സൈഡിൽ നിന്ന് എന്നെ ചലഞ്ച് ചെയ്യുന്ന പോലെ റേസ് ചെയ്യുന്നുണ്ട്. ഞാൻ ബോട്ടിനെ കടത്തി വെട്ടി മുന്നേറുകയാണ്. അപ്പോൾ നല്ല രസമായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ എടുത്തൊരു ക്യാമറ. ഇങ്ങനെ ഒരു ആംഗിൾ കിട്ടാൻ വേണ്ടി ഞാൻ കൈ മാത്രം പുറകോട്ട് വെച്ചിട്ട് വണ്ടി നേരെ ഓടിച്ച് പോവുകയാണ്. അത് കുറച്ച് റിസ്കി ആയിരുന്നു. അതിങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഡേഞ്ചറാണ്. ക്യാമറ കയ്യിൽ നിന്ന് പോകരുത്, അതുപോലെ തന്നെ നമ്മളും വീഴരുത്. അതാണ്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എഡ്ജ് അടുത്തെത്താറായി. അവിടെ നിന്നിട്ട് കുറച്ച് ഫുട്ടേജസുകൾ എടുക്കാം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. വെയിലൊക്കെ കുറഞ്ഞ് ഒരു ഈവനിങ് ടൈമിലാണ് ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ദേ ഈ ഒരു വലിയ കല്ല്, അതൊക്കെ ഞാൻ കുറച്ചെടുത്തു. നോക്കുമ്പോൾ അവിടെ ശ്രദ്ധിച്ച് നോക്കിയ ഒരാളവിടെ കടൽക്കാറ്റും കൊണ്ട് ആകാശത്തോട്ട് നോക്കിയിരിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ ഫോക്കസ് ചെയ്യുന്നതിന് മുമ്പ് ആളോടിപ്പോയി. പിന്നെ അതേ നോക്കിയപ്പോൾ അതൊരു വലിയ ബോട്ട് വരുന്നുണ്ട്. ഫിഷിങ്ങിനായിട്ട് പോകുന്ന ബോട്ടാണ്. വളരെ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ഫുട്ടേജ് എന്ന് പറയുന്നത്. നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ നല്ല വലിപ്പം ഉണ്ടായിരുന്നു. കാര്യം നല്ല അടുത്തുകൂടെയാണല്ലോ പോകുന്നത്. ബാക്കി അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വേറെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ അടുത്തുകൂടെ പോകുന്നുണ്ട്. അത് കാണാൻ സാധിക്കും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വലിയൊരു ബോട്ട് തന്നെയായിരുന്നത്. അവിടെ ദൂരെ എന്തോ മണലൊക്കെ ഇങ്ങനെ വാരുന്നുണ്ട്. അങ്ങനെ ആ വലിയ ബോട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇറങ്ങിയപ്പോഴാണ് ഒരു വിഷമമുള്ളൊരു മറ്റൊരു കാഴ്ച കാണുന്നത്. അതായത് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ആ ഒരു പാലം കയറുന്ന അവിടെയായിട്ട് ഒരു BMW ഫുള്ളും കത്തി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഫുള്ളല്ല, അതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ കത്തി വരുന്ന, അതിൻ്റെ ഓണറായിട്ടുള്ള ആ ഒരു പയ്യനായിരുന്നു, ചെറിയ പയ്യനായിരുന്നു. അവൻ ഇങ്ങനെ തീ പിടിച്ച് ചെറുതായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ വണ്ടി സൈഡിലോട്ട് ഒതുക്കി ഇറങ്ങി ഓടി.
അപ്പോൾ അവിടെ നിന്ന നാട്ടുകാരൊക്കെയാണ് ഓടി. അപ്പം തന്നെ ആ നാട്ടുകാരുണ്ടായിരുന്നു അവിടെ. ചുറ്റും ആൾക്കാർ വന്ന് കൂടി, അവർ വെള്ളമൊക്കെ എടുക്കാൻ പോയി. അപ്പോഴാണ് ഞാൻ പിന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ അവിടെ എത്തുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ തന്നെ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷറൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെ ആ സമയത്ത് തന്നെ പോലീസും വന്നു. അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ കുറച്ച് ഫുട്ടേജ് എടുക്കുക. അവിടെ ആൾക്കാരെല്ലാവരും രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പയ്യന് വലിയ പ്രശ്നമൊന്നും വന്നില്ല, പരിക്കുകളൊന്നുമില്ല. അത് BMW എംബ്ലം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വളരെ ഒരു സങ്കടം തരുന്നൊരു വിഷ്വലാണ്. കാര്യം ആ ഒരു വണ്ടി അത്രയും ഇപ്പോൾ വലുതോ ചെറുതോ, പക്ഷെ ആ ഒരു വണ്ടി ഇങ്ങനെ നശിച്ചു പോകുന്നതിൽ ഒരു സങ്കടമുണ്ട്. പിന്നെ അത് ആ ഒരു ചെറിയ സങ്കടമുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും വണ്ടിയെടുത്ത് മറ്റൊരു സ്ഥലത്തോട്ട് പോയി. അപ്പോഴേയും കുറച്ച് മഴക്കോള് കാണാൻ സാധിച്ചു. ആകാശത്ത് മഴക്കോള് കാണാൻ സാധിച്ചു. ചെറിയ രീതിയിൽ പൊടിയുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ പെയ്യാൻ തുടങ്ങി. അപ്പോൾ കണിക്കൊന്നൊക്കെ പൂത്തിരിക്കുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഞാനൊരു കടയിലാണ് നിർത്തിയത്. നല്ല മണം വരുന്നുണ്ടായിരുന്നു. എന്താണെന്ന് സംഭവം മനസ്സിലായില്ലല്ലേ? നല്ല മഴ, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മണം. അപ്പോൾ പിന്നെ വേറൊന്നും ഞാൻ നോക്കിയില്ല. ഒരു പ്ലേറ്റ് ഷവർമ പറയാമെന്ന് വിചാരിച്ചു. പ്ലേറ്റ് ഷവർമയും ഒരു ഫ്രഷ് ലൈമും പറഞ്ഞു. അവിടുത്തെ ചേട്ടൻ നമ്മുടെ ഷവർമയിൽ പൊതിയാനുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വയ്ക്കുകയാണ്. നമ്മുടെ കുബൂസിൽ പൊതിഞ്ഞ് മൂടുകയാണ്. മയോണൈസ് ഇതാ വീണ്ടും തെച്ചു. അതിനുശേഷം ഒരു കുബൂസ് എടുത്ത് പൊതിഞ്ഞു. എന്നിട്ട് എൻ്റെ ടേബിളിലോട്ട് വെക്കുവാണ്. ഞാനവിടുത്തെ വീഡിയോസ് എടുക്കാൻ വേണ്ടി കുറച്ച് നേരം അവിടെ നിന്നാണ്. പുറത്ത് നല്ല മഴയുണ്ട്. ആ ഒരു മഴയത്ത് ഇതിങ്ങനെ നിന്ന് പൊരിയുന്നത് കാണാൻ നല്ല രസമായിരുന്നു. പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ തന്നെ അകത്ത് നമ്മുടെ ഷവർമ നിന്ന് മൊരിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഷവായി, അൽഫാം അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു അവിടെ. അപ്പോഴേക്കും എൻ്റെ ടേബിളിലേക്ക് വന്ന എൻ്റെ ഷവർമേനെ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തു കഴിക്കാനായിട്ട് തുടങ്ങി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമയായിരുന്നു. അത് ഈ മഴയത്തും ഷവർമയും അതുപോലെ ഒരു ഫ്രഷ് ലൈമും, നല്ല തണുത്ത ഫ്രഷ് ലൈമും കുടിച്ചപ്പോഴത്തേക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷനായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് എനിക്ക് വീഡിയോസ് എടുക്കാൻ തോന്നിയില്ല. ബിക്കോസ് വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് കഴിക്കാനുള്ളൊരു ഇതിൽ നിന്നുകൊണ്ട് ഫുട്ടേജ് എടുക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ കുറച്ചൊക്കെ എടുത്ത് പിന്നെ എൻ്റെ പണി തുടങ്ങി. ഞാൻ കഴിച്ചു തീർന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഞാൻ തിരിച്ച് പോകാനായിട്ട് വന്നപ്പോൾ ഒന്നും കൂടെ ഒന്ന് സൂം ചെയ്തതാണ്. കണ്ടില്ലേ, നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഫോക്കസ് മാറ്റി. ഇത് മിററിൻ്റെ അകത്തുകൂടെ എടുത്തതാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്കും നല്ല ഈവനിങ് ആയി. അപ്പോൾ ഈവനിങ് ഫുട്ടേജ് എടുക്കാനുള്ള രീതിയിൽ പാലത്തിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. അതിനുശേഷം ഇതൊരു കടലിൻ്റെ ഒരു ലൈറ്റായിട്ടുള്ള തിരമാലകളൊക്കെ എടുത്ത് മടങ്ങാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാം. ഈ കാണുന്ന വിഷ്വൽസ് ഇതിന് മുമ്പത്തെ ഞാൻ ദിവസം എടുത്ത റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ എടുത്ത ഫുട്ടേജുകളാണ്. ഇതിൽ ട്രെയിനിൻ്റെ പല ആംഗിളും ഞാൻ എടുക്കുന്നുണ്ട്. ട്രെയിൻ പോകുന്ന അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. സൂം ചെയ്തെടുത്തിട്ടുള്ളതാണ്. വളരെ നല്ല ക്വാളിറ്റി തരുന്നൊരു ക്യാമറയാണ്. ഷോർട്ട് ഫിലിംസൊക്കെ എടുക്കാനായിട്ട് പറ്റിയ ഒരു ക്യാമറയാണ്. നല്ല ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അധികം ഷേക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഇപ്പോൾ ട്രൈപോഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലീനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതില്ലെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല. ഞാനിതൊന്ന് ട്രൈപോഡൊന്നും വെച്ചിട്ടല്ല എടുത്തിരിക്കുന്നത്. കൈ കൊണ്ട് വെറുതെ പിടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ആ ഒരു ക്യാമറയുടെ സ്റ്റെബിലിറ്റിയൊക്കെ നല്ല രീതിയിൽ അറിയാൻ പറ്റും. ഞാൻ നടക്കുമ്പോഴായിരുന്നാലും വലിയ രീതിയിലുള്ള ഷേക്കോ കാര്യങ്ങളോ ഒന്നും ഫീൽ ആവാറില്ല. അത്യാവശ്യം വളരെ നല്ല ക്വാളിറ്റി തരുന്നൊരു ക്യാമറയാണ്. HD വരും, ഫുൾ HD വരും, 4K വരും. 4K വരുമ്പോൾ അതിൽ 24 FPS ആണ് വരുന്നത്. 60, 30 ഇത് രണ്ടും ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ക്യാമറയുടെ വിശേഷങ്ങൾ. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം ഞാൻ സൈൻ ഔട്ട് പറയാനുള്ള ടൈം എത്തിയിരിക്കുകയാണ്. ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീടിന് താഴെ കമൻറ്റ് ചെയ്യുക. ഇതിലും നല്ല വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ പ്രണവേസ് സൈനിങ് ഔട്ട്.